ആലപ്പുഴയിലെ മുപ്പാലം അറ്റകുറ്റപ്പണി നടത്തി 4 പാലമായതോടെ ആലപ്പുഴക്കാർക്ക് ദൈനംദിന യാത്ര ഏറെ എളുപ്പമായി. 20 കോടിയിലധികം രൂപയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് അമ്പലപ്പുഴ, ആലപ്പുഴ നിയോജക മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 4 പാലത്തിന്റെ പണി പൂർത്തിയായത്. വിനോദസഞ്ചാരികൾക്കും 4 പാലം സുന്ദരമായ ഒരു കാഴ്ചയാണ്. ആലപ്പുഴയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുണ്ട് മുപ്പാലത്തിനും. കാലപ്പഴക്കം കൊണ്ട് പാലം തകരുമെന്നായപ്പോൾ അറ്റകുറ്റപ്പണി നടത്തി. ഇപ്പോൾ മുപ്പാലമല്ല, 4 പാലമാണ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസാണ് പാലം ഉദ്ഘാടനം ചെയ്ത് നാടിനു സമർപ്പിച്ചത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണി കഴിപ്പിച്ചതായിരുന്നു മുപ്പാലം. 4 പാലമായപ്പോൾ കാലപ്പഴക്കം പരിഹരിക്കുക മാത്രമല്ല, യാത്രാ സൗകര്യവും കൂടി. 20 കോടിയിലധികം കിഫ്ബി ഫണ്ടാണ് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ചെലവഴിച്ചത്. ആലപ്പുഴ, അമ്പലപ്പുഴ MLA-മാർ സംയുക്തമായി നടത്തിയ പരിശ്രമങ്ങളുടെ ഫലം കൂടിയാണ് പാലം. പഴയ മുപ്പാലത്തിനുണ്ടായിരുന്ന പ്രാധാന്യം പോലെ തന്നെ ഇന്നിപ്പോൾ ആലപ്പുഴ 4 പാലം ആലപ്പുഴയുടെ ഒരു ഐക്കണായി തന്നെ അത് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ധാരാളം ആളുകൾ അവിടെ വന്നൊരു നല്ല പോയിന്റായി, സെൽഫി പോയിന്റ് പോലെയൊക്കെ നല്ല പോയിന്റായിട്ട് അത് മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു മനോഹരമായ ഡിസൈനായി കൂടി അത് ബിൽഡ് ചെയ്യാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ആകെ എന്ന പോലെ തന്നെ ആലപ്പുഴയിലും വളരെ മാതൃകാപരമായ മറ്റൊരു കാലത്തും ഇല്ലാത്ത പോലെയുള്ള ഒരു വികസന പ്രവർത്തനമാണ് പിണറായി സർക്കാരിൻ്റെ കാലത്ത് നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞത്. ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിനടുത്തായി വാണിജ്യ കനാലിനു മുകളിലൂടെ ഇരുകരകളെയും ബന്ധിപ്പിക്കുന്നതാണ് പാലം. നിരവധി ഇതര ഭാഷാ സിനിമകളുടെ അടക്കം ഗാനരംഗങ്ങളും മുപ്പാലത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. തെരുവ് വിളക്കുകൾ കൂടി സ്ഥാപിച്ചതോടെ പാലത്തിന്റെ സൗന്ദര്യവും കൂടി. പാലത്തിനരികിലായുള്ള നവീകരിച്ച പാർക്ക് പൊതുജനത്തിന് ഏറെ പ്രിയപ്പെട്ട ഇടമായി മാറിക്കഴിഞ്ഞു. മുപ്പാലമായിരുന്നു ഇവിടം. ഇപ്പോൾ കൃത്യമായ ദിശാബോധത്തോടു കൂടിയ വികസന ചിന്തയിൽ 4 പാലമായി തീർന്നിരിക്കുകയാണ്. അമ്പലപ്പുഴയിലെയോ അല്ലെങ്കിൽ ആലപ്പുഴയിലെയോ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കാൽനടയാത്രക്കാരാവട്ടെ അല്ലെങ്കിൽ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാവട്ടെ ഒരേപോലെ ഉപകാരപ്രദമാണ് ഈ പാലം. ക്യാമറാമാൻ ദീപക് ജേക്കബിനും ജെറിക്കുമൊപ്പം അമൽ സുരേന്ദ്രൻ, ന്യൂസ് മലയാളം, ആലപ്പുഴ.